അച്ചയുടെ പൊന്നാരേ, എന്താ അച്ചയുടെ പൊന്നുമണിയേ, എന്താ നമ്മുടെ മാവ് നിറയെ പൂത്തല്ലോ. കുറച്ച് കഴിയുമ്പോൾ കണ്ണിമാങ്ങ വിരിയുമ്പോൾ നമുക്ക് പറിച്ച് കുറേ ഉപ്പിലിടണം. 2 ദിവസം കഴിഞ്ഞ് ഉപ്പിലിട്ട മാങ്ങ കറും മുറുന്ന് തിന്നണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പൊട്ടിച്ച് ഉപ്പും മുളകും കൂട്ടി ചെറുകാം പുറുകാന്ന് തിന്നണം. പഴുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് പൂളി തിന്നണം. അച്ഛനും മോനും കിടക്കാറായില്ലേ? നാളെ നേരത്തെ പോകണമെന്ന് പറഞ്ഞ മനുഷ്യനാ അച്ഛനും മോനും കൂടെ കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ കൊതിച്ചമ്മയ്ക്ക് കൊടുക്കണ്ട. മകനേ നീ മഴവില്ലിൻ മടിയിൽ കുളിർക്കാറ്റേറ്റുമയങ്ങ് അമ്മിഞ്ഞ പാലിൻ മാധുര്യമോർത്തു നീ അമ്മതന്മാരിലുറങ്ങ്. മാമ്പൂ കൊഴിഞ്ഞല്ലോ, മണ്ണും നനഞ്ഞല്ലോ, കഥനത്തിൻ കടലിൽ ഞാൻ തനിയേരിയുന്നു. കനലുകൾ കോർത്തൊരി ഹാരമിന്നെന്നുള്ളിൽ നിൻ മന്ദഹാസം നിറയ്ക്കുന്നു. മകനേ നീ മഴവില്ലിൻ മടിയിൽ കുളിർക്കാറ്റേറ്റുമയങ്ങ് അമ്മിഞ്ഞ പാലിൻ മാധുര്യമോർത്തു നീ അമ്മതന്മാരിലുറങ്ങ്. താതന്റെ ശോകം അറിയുന്നോ കുഞ്ഞേ, താരാട്ടിൻ നീണം ഓർക്കുന്നോ കണ്ണേ, അലയുന്നു തനയാതിൻ ചാരേ അണയുവാൻ അലയുന്നു നിന്നോർമ്മ തന്നിൽ, അലയുന്നു തനയാതിൻ ചാരേ അണയുവാൻ അലയുന്നു നിന്നോർമ്മ തന്നിൽ. അവിടെല്ലാം കുത്തിവരച്ച് നശിപ്പിച്ചല്ലോ. ഏതാടാ ഈ സാധനം? നിന്റെ തറവാട്ട് വകയാണോ? ഇറങ്ങി പോടാ, ഒരു വാരകാരൻ വന്നേക്കുന്നു. ഒന്ന് പോടാ. നീ എത്തിയോ? ഓയ്, ആ
രണ്ടുപേരും രാവിലെ വന്ന് കുറ്റി അടിച്ചല്ലോ. എന്നാടാവേ ഇതോ? വേലയും കൂലിയൊന്നും ഇല്ലേ? കാലത്തെ എന്തായാലും രാമേട്ടനൊരു കമ്പനിയായി. ഇങ്ങനെയൊക്കെ ഓരോന്നങ്ങ് വന്നും പോയി ഇരിക്കും. റാമേട്ടാ, ആ. ഏതാ ഈ പുതിയ ഐറ്റം? ഇത് വന്ന് കൂടിയിട്ട് 2 ദിവസമേ ആയുള്ളൂ. കുറ്റിയും പറിച്ച് പോരുന്നതെല്ലാം അതെ. കൃത്യമായി ഇവിടെ വന്ന് കൂടിക്കോളും. ഉം, ഉം, ഉം. ഓ, എന്നാ ഇത് സത്രമായിരിക്കും. എടാ, നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? വേണ്ട ഏട്ടാ. വേണേ പറയണം. എന്റെ റാമേട്ടാ, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? അച്ചായൻ എത്തിയില്ലേ? ഇപ്പൊ എത്തൂടെ? ഇനി അങ്ങനെ മുപ്പിക്കാൻ കിട്ടാ. ആരായി പറയണേ? അയ്യോ പാവം. ഇങ്ങോട്ട് വാടാ. നിന്നോടാ വരാൻ പറഞ്ഞ. മിണ്ടാതെ വാടാ. വാ വരാനാ. പറയുമ്പോ ഓരോന്ന് മേടിച്ചു തന്നാ ഇപ്പൊ കുഴപ്പമായേ. അപ്പൊ എനിക്ക് ലേസ് മേടിച്ചു തരുവോ? 4 അക്ഷരം പഠിക്കേണ്ട നേരത്തെ അവന്റെ ഒരു ലേസ്, 4 നേരം തീറ്റ മാത്രം. കേറി വാടാ. എനിക്ക് ലേസ് മേടിച്ചതാ. എന്താണ് കാലത്ത്? ഒന്നുമില്ല രാമേട്ടാ. ആ, അച്ചായം വന്നല്ലോ. എന്നും അച്ചായം. തകർക്കും. എല്ലാരും എത്തിയല്ലോ. എന്റെ രാമ, ഇന്നും ഈ അപ്പനും മകനും വഴക്കാണോ? ആ ഇതാരാ? 2 ദിവസമായിട്ട് ഇതിലൊക്കെ ഉണ്ട്. രാവിലെ ഇവിടെ വരും, ഇവിടെ എല്ലാം വൃത്തിയാക്കും. ഞാനൊരു കുപ്പി വെള്ളവും 1 പാക്കറ്റ് ബിസ്ക്കറ്റും കൊടുക്കും. അതും മേടിച്ചോണ്ടങ്ങ് പോകും. ഓ, അത് ശരി. എവിടെയായിരിക്കും കിടക്കുന്നത്? അവിടെ ആ അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറിയുടെ തിന്നാല. ഓ ആ. അച്ചായോ, ഫോറിൻകാരൻ വന്നിട്ട് ഐറ്റം ഒന്നും കൊണ്ടുവന്നില്ലേ? കുപ്പിയില്ലാതെ വരുന്നവൻ പോറിങ്കാരാണോ? അച്ചായോ, വൈകിട്ടെന്താ? ഔട്ട്ഹൗസിന്റെ വാതിൽ ദേ തുറന്നിരിക്കുന്നു. ഏയ്! സോഡായി വായങ്ങ് എത്തിയേക്കാം. റാമേട്ടോ, കോച്ചായത് കൊണ്ടാ. ഉവ്വ ഉവ്വേ. പപ്പ എനിക്ക് ലേസ് ഒന്നും മിണ്ടാതിരി കൊച്ചേ. കടയിൽ നിന്ന് കിട്ടുന്ന കണ്ടകടച്ചാൽ മുഴുവൻ പിന്നെ ഫോണും. ഇങ്ങനെയാണോ പിള്ളേര്? എന്താ രാജേഷേ? അച്ചായ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ മിഠായി തിന്നാൻ കഴിച്ചിട്ടുണ്ട്. ഓ, പിള്ളേരെ പറ്റിക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ്. ഇതൊക്കെ എവിടെ നിന്നുണ്ടാക്കുന്നു, എങ്ങനെ ഉണ്ടാക്കുന്നു, വിപണി മുഴുവൻ അവര് കൈ കയറി. നമ്മളെ കൊണ്ടത് മാറ്റാനും പറ്റും. നീ ആരാ തട്ടി? എന്തിനാ നീ വഴക്കുന്നത്? ഇങ്ങോട്ട് വന്നു. മോനിങ്ങോട്ടേക്ക്. എന്താ ഇതൊക്കെ? എന്റെ കൊച്ചിനെ വഴക്ക് പറയണോ വേണ്ടോ തീരുമാനിക്കും ഞാനാ. അത് ചോദിക്കാൻ നീ ആരാടാ? അവന്റെ കൊച്ചിനെ അവൻ തന്നെ ഓട്ടെ, ഓട്ടെ. അയാളെ ഉപദ്രവിക്കല്. എടാ, നീ ഇങ്ങ് മാറാ. വേണ്ട, വേണ്ട, വേണ്ട. ചെറുതായി കളിക്കണം. ഇതാ അവനെ. കണ്ടരുത്. അല്ല, അയാൾ ഉപദ്രവിക്കരുത്. അതൊന്നും ചെയ്തു കേട്ടോ. മാറാ. ചവിട്ടരുത്. എന്തായി കാണിക്കുന്നത്? മരിക്കും. എടാ, മാറാ. അയാളെ ഉപദ്രവിക്കലെന്ന് പറഞ്ഞില്ലേ? ഇവൻ കളറായിരിക്കും, അല്ല പിള്ളേരെ പിടുത്തക്കാരനായിരിക്കും. ഒന്ന് മാറിക്കടാ. അച്ചായി ഒന്ന് പിടിക്കാച്ചാ. ഇയാളിഞ്ഞ് ഇവനോടൊന്ന് ചോദിക്കണ്ട കേട്ടോ. നാട്ടിന്റെ ചവിട്ടി ഓടിക്കണം. അവിടെ കൊണ്ട് ഇരുത്താച്ചാ. ആ വെള്ളം കേട്ടെ. വഴിയെ പോകുന്ന വയ്യാവരിയൊക്കെ ഇങ്ങോട്ട് പോരും. എന്നാ വെള്ളം. ഓ, എന്തൊരു കഷ്ടമാണ് ദൈവമേ. അവന്റെ തലവഴി കഴിക്കും. എന്റെ ദൈവമേ. മഹാഭാവം. എന്നാ വാ. കുടിക്കേ. എല്ലാവരും കൂടെ കൂടി പിന്നെ അവന്റെ ഒരു മോങ്ങല് നോക്കി. ഓരോ മരണമൊക്കെ വന്ന് കേറിക്കോളും. ഈ അച്ചായനെ പോലെ ആൾക്കാരാണ് വളം വെച്ച് കൊടുക്കുന്നത്. അല്ലല്ലേ നേരെ പുള്ളിക്ക് എത്ര എടാ, കിട്ടിയാലും മതിയെടാ. മതിയാ. നിന്റെ വീട് എവിടെയാ? പിന്നെ നീ ആരാ? എനിക്ക് സ്വന്തം പറയാൻ എന്റെ ഭാര്യ എന്റെ കൊച്ചു പാത്രേ ഉള്ളൂ. നീ കാര്യം പറ. കഷ്ടപ്പാടിന് ദാരിദ്ര്യത്തിന് തടവരാണെങ്കിലും ഒരു കളിപ്പാട്ടങ്ങളും പലഹാരങ്ങളും വാങ്ങിക്കൊടുക്കുമായിരുന്നു. പക്ഷെ അവരതൊന്നും പോരാ. വാശി പിടിക്കുന്ന സാധനങ്ങൾ തന്നെ കിട്ടണം. ഏയ് സാരമില്ലടാ. കഷ്ടപ്പാടും മുന്നോട്ടെങ്ങനെ ചിന്തയും പിന്നെ അവന്റെ വാശി എല്ലാം കൊണ്ട് എന്റെ സമുദ്രത്തെ അവൻ വാശി പിടിക്കുമ്പോ ഞാൻ വഴക്ക് പറഞ്ഞു.
ഒരിക്കൽ ഞാൻ എന്റെ കുഞ്ഞിനെ തല്ലി. അന്നവൻ എന്നോട് പറഞ്ഞു, ഇനി എന്നെ കാണണ്ട, ഇറങ്ങി പൊക്കോളാൻ. ഈ നിസാര കാര്യത്തിനാണോ നീ വീട് വിട്ടിറങ്ങിയത്? അവരെന്തുമാത്രം വേദനിക്കുന്നു. അവർക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളേ? എടോ, നമ്മൾ ഓരോ അറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാട് അത് പിള്ളേർക്ക് മനസ്സിലാകും. അവരും ഈ പ്രായത്തിലെത്തുമ്പോൾ മനസ്സിലാകും. ഇതൊക്കെ പൊതുവെ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. എടോ, താൻ എണീക്ക്, തന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. വാ. അവര് പറഞ്ഞത് കേട്ടില്ലേ? ഞാനിവിടെ പോരാ. എണീക്ക്. എനിക്ക് വീട്ടിൽ പോകണ്ട. പോകണ്ടേ? അവനെന്നെ കാണണ്ടെന്ന് പറഞ്ഞ സങ്കടം സഹിക്കാതെ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി. എന്റെ ഭാര്യ എല്ലാം പറഞ്ഞവരെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചു. അല്പം വൈകിയായിരുന്നു വീട്ടിലെത്തിയത്. പക്ഷേ അവളൊരു ബുദ്ധിമോശം കാണിച്ചു. രണ്ടുപേരും പോയി. അച്ഛൻ വരുന്നതു കണ്ടോ, എന്റെ അച്ഛൻ വരുന്നതു കണ്ടോ, തോർത്തിന്റെ തുമ്പി കാൽപാദം മൂടി മണ്ണോ പുരണ്ട് വാടിത്തളർന്നു കണ്ടോ, അച്ഛൻ വരുന്നതു കണ്ടോ, മണ്ണിന്റെ മണമുള്ളൊരച്ഛൻ, മണ്ണിന്റെ നിറമുള്ളൊരച്ഛൻ, മണ്ണിനോടെന്നും പൊരുതുന്ന പോരാളി, വീടിന്റെ നാഥൻ, കുടുംബനാഥൻ, എന്റെ അച്ഛൻ വരുന്നതു കണ്ടോ. രാവിന്റെ രണ്ടാം യാമം ശുനകന്റെ ഊരിയിടിയിൽ കേൾക്കുന്നില്ലേ? കാലൻ കോഴി പേടിച്ചു നിലവിളിക്കുന്നില്ലേ? അവന്റെ വരവായി ഇരുട്ടിന്റെ രാജാവ് പാതിരാപ്പൻ, നിലാവിനെ പോലും മറികടക്കുന്ന സൂത്രശാലി.